ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിൻ്റെ ഏറ്റവും സുപ്രധാനമായ സന്ദേശം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ, യെശയ്യാപ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിന്നുള്ള ഉദ്ധരണിയിൽ നാം എല്ലായ്പ്പോഴും അടിവരയിട്ട് സ്വാംശീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. ദൈവം നമ്മോടുകൂടെ. ഗോഡ് ഈസ് വിത്ത് അസ്. ബേത്ലഹേമിലേക്ക് നോക്കി ദൈവമാതാവായ മർത്തമറിയാം അമ്മയുടെ കൈകളിലേക്ക് നോക്കിക്കൊണ്ട് കന്യകമറിയമും യൗസേപ്പും കാലിത്തൊഴുത്തിൽ കന്നുകാലികളുടെ സാന്നിധ്യത്തിൽ പിറന്നു കിടക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നമ്മൾ ആവർത്തിച്ച് പറയുകയായി, ദൈവം നമ്മോടുകൂടെ. ഗോഡ് വിത്ത് അസ്. ഈ ഒരു വലിയ ഊന്നൽ നമുക്ക് ഇന്നു മുതൽ ഉൾക്കൊണ്ടുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി പെരുന്നാളിനായി നമുക്ക് ഒരുങ്ങാം. നോമ്പോടുകൂടെ അതോട് ചേർന്ന് വേദവായനയും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള നമ്മളുടെ മനസ്സൊരുക്കത്തോടും ഹൃദയപൂർവമായ താല്പര്യത്തോടും ദൈവം ഈ നാളുകൾ നമുക്ക് അനുഗ്രഹകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മോടുകൂടെ. വേദപുസ്തകത്തിൽ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥത്തിൽ അതിനോട് സമാനമായി ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രവാചകന്മാരിലൂടെ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് ആവർത്തിച്ച് അവൻ നമ്മോടുകൂടെയുണ്ട്. ഇങ്ങനെയൊക്കെ ധാരാളം ആവർത്തിച്ച് വരുന്ന ഒരു വചനമാണ് ദൈവം നമ്മോടുകൂടെ. അമ്മനുവേൽ എന്ന് അറമയ ഭാഷയിൽ, അമ്മനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഇതിന് ഏറ്റവും ശക്തമായ ഒരു വേദഭാഗം എൻ്റെ മനസ്സിൽ ആവർത്തിച്ച് വരിക യെശയ്യാപ്രവചനം 43-ാം അധ്യായം 5-ാം വാക്യമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. യെശയ്യാപ്രവചനം 43-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഇതിൻ്റെ പര്യായ പ്രയോഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. 5-ാം അധ്യായം വരുമ്പോൾ അത് സംക്ഷേപിച്ച് ശക്തമായി പറയും പോലെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നാം വളരെയധികം കേട്ടിട്ടുള്ളത് വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം ഓരോ ദിവസവും ഓരോ വായന എന്ന കണക്കിനെന്നോണം ഭയപ്പെടേണ്ട എന്ന ധൈര്യം പകരുന്ന ദൈവവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കന്യകമറിയാമിനോട് ഭയപ്പെടേണ്ട. ദൈവം മനുഷ്യരുമായി സംവദിക്കുമ്പോൾ, അഭിമുഖീകരിച്ച് നേർക്കുനേർ വരുമ്പോൾ അവൻ നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, കുഞ്ഞെ ഭയപ്പെടേണ്ട. 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ അക്കാരണത്താലാണ് കീർത്തനകാരൻ ഓർക്കുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം അവൻ എന്നോടുകൂടെയുണ്ട്. ഇങ്ങനെ ദൈവവചനം നമ്മൾ പരതുമ്പോൾ
ആവർത്തിച്ച് ധൈര്യമേകുന്ന വചനമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ ആ വചനം ജഡമായി സാക്ഷാത്കരിക്കപ്പെട്ട് നമ്മളുടെ ശ്ലീഹ യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തും പോലെ അവനെ ഞങ്ങൾ കണ്ടു, അവനെ ഞങ്ങൾ തൊട്ടു, അവനിൽ നിന്ന് ഞങ്ങൾ കേട്ടു, നേർക്കുനേർ ഞങ്ങൾ അവനെ അറിഞ്ഞു എന്ന അർത്ഥത്തിലുള്ള വചനങ്ങൾ. ദൈവം നമ്മോടുകൂടെയുണ്ട്. ഇത് ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങളിൽ സന്തോഷ സന്താപങ്ങളും നിമ്നോന്നതികളും ഉയർച്ച താഴ്ചകളും ഒക്കെ വരുന്ന സന്ദർഭങ്ങളിൽ വചനം നമ്മളോട് സംസാരിക്കുകയാണ്. നിനക്കായാണ് ബേത്ലഹേമിൽ ദൈവം മനുഷ്യനായി പിറന്നത്. ദൈവം മനുഷ്യനായി പിറന്നിരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് പ്രവാചക പൂർത്തീകരണം അവിടെ നിറവേറുകയാണ്. പഴയ നിയമകാലത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവചനങ്ങളും, യെശയ്യാ പ്രവചനം ഞാൻ ഉദ്ധരിച്ചല്ലോ 43-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി യേശുവിനെ നോക്കിക്കൊണ്ട് നീ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പിറന്ന വീണ്ടെടുപ്പുകാരനാണ്. ഞങ്ങളുടെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ, പ്രാതികൂല്യങ്ങളുടെ നടുവിൽ, ഉത്തരം കിട്ടാതെ വലയുന്ന നിമിഷങ്ങളിൽ പോംവഴികൾ നൽകുന്നവനായി, കരം പിടിച്ച് ഉയർത്തുന്നവനായി, നടത്തുന്നവനായി, കൂടെ ചേർന്ന് നിൽക്കുന്നവനായി, ബലപ്പെടുത്തുന്ന സാന്നിധ്യമായി ദൈവം നമ്മോടുകൂടെയുണ്ട്. ഇന്നാളുകളിൽ ഈ 25 ദിവസങ്ങളിൽ നമ്മൾ തിരുപ്പിറവി പെരുന്നാളിനായി ഒരുങ്ങുമ്പോൾ ഈ വചനം നമ്മളെ ശക്തീകരിക്കണം. ഈ വാഗ്ദത്തം നമ്മളുടെ ജീവിതത്തിൽ നിറവേറപ്പെടുവാൻ തക്കവണ്ണം വചനത്തിലൂടെ നമുക്ക് ഒരുങ്ങുവാൻ ആവശ്യമുണ്ട്. നമ്മളുടെ ജീവിതചര്യകളിലൂടെ ആവശ്യമുണ്ട്. അതിന് അനുസരണമാം വിധം ദൈവാഭിമുഖമായി നിന്നുകൊണ്ട് ദൈവത്തോടെ കൃപ ചോദിക്കാനും തിരുസാന്നിധ്യം കൊണ്ട് നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കുവാനും കനിയണം. ഞങ്ങളെ അവിടുന്ന് കരം പിടിച്ച് നടത്തണം എന്ന് പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് വിനിയോഗിക്കാം. ധാരാളം ക്രിസ്തുമസ് സന്ദേശങ്ങളുണ്ട്. ആദ്യത്തെ ക്രിസ്തുമസ് സന്ദേശം ഒരു കാർഡിലൂടെ പ്രസിദ്ധീകരിക്കുമ്പോൾ ആദ്യത്തെ ക്രിസ്തുമസ് കാർഡുകളിൽ ഒന്നിൽ ഒരു വശത്ത് യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ ചിത്രവും മറുവശത്ത് ആ തിരുപ്പിറവി പെരുന്നാൾ ഒരു കുടുംബമായി ആഘോഷിക്കുമ്പോൾ വസ്ത്രമില്ലാത്ത ഒരാളെ വിളിച്ചു വരുത്തി ക്രിസ്തുമസ് സദ്യ നൽകിക്കഴിഞ്ഞതിന് ശേഷം പുതുവസ്ത്രം ഉടുപ്പിച്ച് ക്രിസ്തുമസിൻ്റെ അനുഗ്രഹം അവരിലേക്കും കൂടെ പകർന്നു കൊടുക്കുന്ന ഒരു ദൃശ്യം ഉണ്ടെങ്കിൽ, വേറൊന്ന് അന്ന് ഭക്ഷണം പാകം ചെയ്യുവാൻ നിർവാഹമില്ലാതിരിക്കുന്ന പാവപ്പെട്ടവരിൽ ഒരാളെയും കൂടെ വിളിച്ച് ആ കുടുംബ സംഗമത്തിൽ ചേർത്ത് വെച്ച് ക്രിസ്മസ് ആഘോഷിക്കുവാൻ. അങ്ങനെയുള്ള വൈവിധ്യമാർന്ന ചിത്രങ്ങൾ നമുക്ക് ക്രിസ്തുമസിനോട് ചേർന്ന് വരുന്ന ചിത്രങ്ങളിൽ, ക്രിസ്തുമസ് സന്ദേശ കാർഡുകളിൽ, സന്ദേശങ്ങളിൽ തന്നെ അക്കാലം മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്രിസ്തുമസ് സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡുകളിലൂടെയോ അല്ലാതെയോ പകർന്നു കൊടുക്കുമ്പോൾ
ഒരു ക്രിസ്മസിൻ്റെ ആഘോഷം, ക്രിസ്മസ് ദിനം ആഘോഷമാക്കുവാൻ നിർവാഹമില്ലാത്തവരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷമാക്കുവാൻ, ജീവിതം ആഘോഷമാക്കാം എന്ന സന്ദേശം പകർന്നു കൊടുക്കുവാൻ എക്കാലവും ക്രിസ്തീയ സഭയും ക്രിസ്തേതര വിഭാഗങ്ങളിൽപ്പെട്ടവർ പോലും തീർച്ചയായും കാർഡുകളിലൂടെയും സന്ദേശം പകർന്നു കൊടുക്കുന്നതിലൂടെയും ശ്രമിച്ചിട്ടുണ്ടെന്നും നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു വലിയ കാര്യം ക്രിസ്തുമസിനെ നമുക്കെങ്ങനെ ആഘോഷമാക്കാം എന്ന ചോദ്യത്തിന് ഉത്തരമായി ധാരാളം ചെറു ചെറു കഥകൾ ലഭ്യമാണെന്ന്. ധാരാളം കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. വലിയ എഴുത്തുകാരിലൂടെയും അല്ലാതെ തന്നെയും അനുഭവത്തിലൂടെയുമുള്ള ധാരാളം ചെറുകഥകൾ. അവിടെയെല്ലാം അടിവരയിടുന്നത് ഒരു വശത്ത് ദൈവം എന്നോടുകൂടെയുണ്ടെന്നും ദൈവം നിന്നോടുകൂടെയുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിചിന്തനങ്ങളും അതിനാവശ്യമായ ബലപ്പെടുത്തലുകളും കുടുംബാന്തരീക്ഷത്തിലും ദേവാലയാന്തരീക്ഷത്തിലും കൊച്ചു കൊച്ചു സംഗമങ്ങളിലും കൂടെ കേൾക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ പ്രായോഗികമായി ഇത് ആഘോഷമാക്കുവാൻ ഓരങ്ങളിലേക്ക് നിർവാഹമില്ലാതെ വണ്ണം ഓരങ്ങളിലേക്ക് തള്ളപ്പെട്ടവരുണ്ട്, ഒറ്റപ്പെട്ടവരുണ്ട്, സാഹചര്യം അനുവദിക്കാത്തവരുണ്ട്, ധനമുണ്ടെങ്കിലും ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് വിഷാദിച്ചിരിക്കുന്നവരുണ്ട്. അവരിലേക്കും കൂടെ ഈ ക്രിസ്തുമസ് സന്ദേശം പകർന്നു കൊടുത്ത് അന്നേ ദിവസം ആഘോഷമാക്കുവാൻ തീർച്ചയായും നമ്മൾ എന്തെങ്കിലും കൊച്ചു കൊച്ചു ചുറ്റുവട്ടങ്ങൾ കുടുംബത്തിലോ അല്ലാതെയോ നമ്മൾ ഒരുക്കേണ്ടതാകുന്നു എന്നുള്ളത് ഇന്ന് ലോകമാകെ നാനാജാതി മതസ്ഥരായ ആളുകൾ ഉൾപ്പെടുന്ന ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ അത് അടിവരയിടുന്നുണ്ട്, ഊന്നൽ നൽകുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഒരു പക്ഷേ പലർക്കും പല കഥകൾ പറയാം. ഒരു കഥ ഒരു സംഭവമാകാം, അല്ലെങ്കിൽ ഒരു കഥയാവാം. ഇതേ ആശയം തന്നെ ഊന്നിപ്പറയുന്ന ഒരു കൊച്ചു ചെറുകഥ. പെത്രോ എന്ന് പറയുന്ന ഒരു ദരിദ്ര ബാലൻ, കുമാരൻ, കൗമാരപ്രായക്കാരൻ, അവൻ്റെ സഹോദരൻ ദരിദ്ര സാഹചര്യങ്ങളിൽ നിന്ന് വന്ന 2 കുഞ്ഞുങ്ങൾ സഹോദരൻ. അവർ ഗ്രാമത്തിൻ്റെ പ്രാന്തത്തിൽ ഉള്ള ഒരു വലിയ കത്തീഡ്രൽ പള്ളി, വലിയ ദേവാലയം. അവരാകട്ടെ ഒരല്പമകലെ ഗ്രാമത്തിൽ താമസിക്കുന്നു. അവരാ ഇടവകക്കാരല്ല, പക്ഷേ ഇടവകയെ സംബന്ധിച്ച് അവർ ധാരാളം കേൾക്കുന്നു. അവിടെ ഒരു മണിമന്ദിരമുണ്ട് പള്ളിയോട് ചേർന്ന്. ആ പള്ളിയിലെ മണിമന്ദിരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന മണികൾ അത് നാദം മുഴക്കുന്നത് സംബന്ധിച്ച് അവിശ്വസനീയമാം വിധമുള്ള ഒരു കഥ എന്ന് മാത്രം പറയാൻ കഴിയുമായിരിക്കാം. അത് അത്ഭുതങ്ങളെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുവാൻ നമ്മളുടെ മനസ്സിൻ്റെ യുക്തിഭദ്രത അനുവദിക്കുന്നില്ലായിരിക്കാം, യുക്തിയുടെ താർക്കികത അനുവദിക്കുന്നുണ്ടാവില്ല. എന്തായിരുന്നാലും അതിൽ ഊന്നൽ നൽകുന്ന ഒരു കാര്യമുണ്ട്, അത് പ്രസക്തമായി വരും. അവിടെ ഒരു മണിമന്ദിരമുണ്ട്. അതാരും അടിക്കുന്നതായി കാണുന്നില്ല, പക്ഷേ മണിനാദം ചില സവിശേഷ അവസരങ്ങളിൽ മുഴങ്ങാറുണ്ട്. അതാരും ചെയ്തിട്ടുള്ളതല്ല. മാലാഖമാർ വന്ന് അത് മുഴക്കുന്നതാണോ, അതോ കാറ്റ് വന്ന് വീശുമ്പോൾ മണി മുഴങ്ങുന്നതാണോ?
അങ്ങനെ ഒത്തിരി കൊച്ചു കൊച്ചു കഥകൾ അവരുടെ ഇടയിലുണ്ട് താനും. പക്ഷേ മുഴങ്ങുന്ന മണിനാദം വളരെ കർണാനന്ദകരമാണ്, ആശ്വാസദായകമാണ്, അനുഭൂതി ഉണർത്തുന്നതാണ്, ഉയർത്തുന്നതാണ്. പെത്രോ അന്ന് രാത്രി ദേവാലയത്തിന് ജനനപ്പെരുന്നാൾ ശുശ്രൂഷയ്ക്കും കുർബാനയ്ക്കും സംബന്ധിച്ച് നേർച്ച അർപ്പിച്ച് കുർബാനാനുഭവം നടത്തി ശുശ്രൂഷയിൽ പങ്കുകൊണ്ട ശേഷം തിരികെ പോകണം എന്നുറച്ച് ജ്യേഷ്ഠനും അനിയനും നഗരത്തിൽ നിന്ന് വിട്ട്, ഗ്രാമത്തിൽ നിന്ന്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ഗ്രാമത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള നഗരത്തിൻ്റെ പ്രാന്തത്തിലുള്ള ദേവാലയത്തിലേക്ക് നടപ്പായി. ഉച്ച കഴിഞ്ഞ് നടന്നു തുടങ്ങിയതാണ്. വൈകുന്നേരത്തെ ആഘോഷ പരിപാടികളും കുർബാനയും അപ്പോഴേ ചെന്നെത്താനാവുള്ളൂ. അങ്ങനെ പോകുമ്പോൾ ഇത് പാശ്ചാത്യ ദേശത്തിലെ സാഹചര്യത്തിൽ നടന്ന കഥയോ ഉണ്ടാക്കിയ കഥയോ ആയതുകൊണ്ട് മഞ്ഞു വീണ് കിടക്കുന്ന രാത്രിയാണ്. പഞ്ഞി പുതപ്പിച്ച പ്രതലം പോലെ സൂക്ഷിച്ചു വേണം നടക്കാൻ, അല്ലെങ്കിൽ തെന്നി വീഴും, അപകടകരമാണ്. വല്ലാതെ തണുപ്പ് കൊണ്ട് മരച്ചു പോകുന്ന അന്തരീക്ഷത്തിൽ അവർ ദേവാലയത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി, കുർബാന അനുഭവത്തിനായി പോവുകയാണ്. അവർ ദേവാലയത്തിലേക്ക് ഏതാണ്ട് അടുത്തെന്ന് പറയാം, പക്ഷെ ഇനിയുമുണ്ട്. അങ്ങനെ പോകുന്ന അവസരത്തിൽ പെത്രോ ശ്രദ്ധിക്കുന്നു, ഒരു സ്ത്രീരൂപം പാതയോരത്ത് കിടക്കുന്നു എന്നതുപോലെ ഞരങ്ങുന്നുണ്ടാവാം. അത് കേട്ടിട്ടാണ് ശ്രദ്ധ. പെത്രോ ആ വൃദ്ധസ്ത്രീയുടെ അടുക്കിലേക്ക് ചെന്ന് അവളെ വിളിക്കാൻ ശ്രമിക്കുന്നു, അനക്കി ഉണർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ വളരെ പരിക്ഷീണയാണ്, വിശപ്പ് കൊണ്ടും കൊടും തണുപ്പിൻ്റെ ആഘാതം കൊണ്ടും. പെത്രോ അവിടെ ഇരുന്നിട്ട് അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൂടെ ആ വൃദ്ധയ്ക്ക് പ്രയോജനപ്പെടത്തക്ക വിധത്തിൽ അവളെ കൈത്താങ്ങി എഴുന്നേൽപ്പിച്ച് ഇരുത്തി ശരീരത്തോട് ചേർത്ത് നിർത്തി. അങ്ങനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെത്രോ അനിയനോട് പറഞ്ഞു, കുഞ്ഞേ, നീ ഇങ്ങനെ എൻ്റെ കൂടെ നിന്നാൽ നടക്കില്ല, നീയെങ്കിലും കുർബാന കാണണം. നമ്മൾ രണ്ടുപേരും ജനനപ്പെരുന്നാളിൻ്റെ കുർബാന മുടക്കുന്നത് ശരിയല്ലല്ലോ, നീ പോണം. അവൻ പറഞ്ഞു, ചേട്ടൻ വരാതെ ഞാൻ മാത്രമോ? നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടെ ഇരിക്കാം. അതല്ല, നീ പോകൂ. ശുശ്രൂഷയിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച് തിരികെ വരുന്നതിന് മുമ്പ് അവിടെ കാണിക്കയായി ഇതിട്ടുകൊള്ളണമെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന നാണയത്തൊട്ടവനെ ഏൽപ്പിച്ചു. അങ്ങനെ അനിയനെ പറഞ്ഞ് പള്ളിയിലേക്ക് വിട്ടു. കൊടും തണുപ്പത്ത് ഉള്ള പുതപ്പ് ചേർത്ത് പുതപ്പിച്ച് ആ വൃദ്ധയായ സ്ത്രീയെ പരിചരിച്ച് അവളിലേക്ക് ചൂട് പകർന്നു കൊടുത്തുകൊണ്ട് മന്ത്രിച്ച് അവളോട് സംസാരിച്ച് ഉത്സാഹവതിയാക്കുവാൻ പരിശ്രമിച്ച് അങ്ങനെ ഒരിരുപ്പായി. അനിയനോട് പോകുമ്പോൾ പറഞ്ഞു, നീ തിരികെ വരുമ്പോൾ ഈ വൃദ്ധയെ പരിചരിക്കാനും എടുത്തുകൊണ്ടു പോകുവാനും എവിടെങ്കിലും ആക്കാനും കഴിയും വിധം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനും പ്രയാസമാകും. ആരെങ്കിലും ഒരാളെ സഹായത്തിന് വിളിച്ചുകൊണ്ട് വരണം. അതുവരെ ഞാനിവിടെ ഉണ്ടാവും. ആ സന്ദർഭത്തിൽ അങ്ങനെ അനുജൻ പള്ളിയിലേക്ക് പോകുന്നു. ശുശ്രൂഷകളും കുർബാനയും എല്ലാം പൂർത്തീകരിച്ച ശേഷം
ജ്യേഷ്ഠൻ തന്ന കാണിക്ക അർപ്പിക്കുന്നതിന് നിരയിൽ ഏറ്റവും ഒടുവിലായി. മുൻനിരയിൽ ധനാഢ്യന്മാർ രത്നങ്ങൾ അത് നിക്ഷേപിക്കുന്നു, ധനം അവിടെ നിക്ഷേപിക്കുന്നു. രാജാവ് വന്നയാളുടെ സുവർണ കിരീടം ദൈവസാന്നിധ്യത്തിൽ നിക്ഷേപിക്കുന്നു. അങ്ങനെ വിലപിടിപ്പുള്ളതും ഒക്കെയായ നിക്ഷേപങ്ങൾ ഉണ്ണിയേശുവിനായി അവർ സമർപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പെത്രോയുടെ അനുജൻ വന്ന് ജ്യേഷ്ഠൻ തന്ന നാണയത്തൊട്ടെടുത്ത് കാണിക്ക മണ്ഡപത്തിൽ കാണിക്ക ഇട്ട് കഴിഞ്ഞ സന്ദർഭത്തിൽ ആ കഥ പറയുന്നു. ദേവാലയത്തിലെ മണിമന്ദിരത്തിൽ തൂക്കിയിട്ടിരുന്ന മണികൾ മനോഹരമായ ഗാനം മുഴക്കി എന്ന്. അവ ഗാനങ്ങൾ അങ്ങനെ മുഴക്കുന്നത്, മണിനാദം മുഴക്കുന്നത് എപ്പോഴാണോ ജീവിതം സമ്പൂർണമായി ബേത്ലഹേമിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ ആ തിരുസാന്നിധ്യമുള്ള ദേവാലയത്തിലെ കാണിക്ക സ്വീകരിക്കുന്ന മണ്ഡപത്തിൽ നിക്ഷേപിക്കുന്നത്, ആ സമയമാണ് മണി മുഴങ്ങുക. അർപ്പണത്തിൻ്റെ സാമ്പത്തികമായ വലിപ്പത്തിലല്ല, ഹൃദയത്തിൻ്റെ സമ്പൂർണമായ സമർപ്പണത്തിലാണ് അവിടെ കാണിക്ക സ്വീകാര്യമാകുന്നതും ദൈവം അത് സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷ്യമായി മണി മുഴങ്ങുന്നതും. ഇത് സംഭവമായാലും കഥയായാലും ചിന്തിക്കാൻ ഏറെ ഉണ്ടല്ലോ എന്ന് നമുക്ക് തീർച്ചയായും തോന്നും. എവിടെയാണോ സമർപ്പണം സമ്പൂർണമാകുന്നത്, അത് ജീവിതത്തെ സമാശ്ലേഷിക്കുന്നതും സമഗ്രവുമാകുന്നത്, അർപ്പണം എവിടെയാണോ എപ്പോഴാണോ സമഗ്രവും സമ്പൂർണവുമാകുന്നത്, അവിടെ ദൈവത്തിൻ്റെ സ്വീകാര്യത ഉണ്ടാവും. വലിപ്പച്ചെറുപ്പത്തേക്കാൾ അധികം ഹൃദയത്തിൻ്റെ നേർമ്മയ്ക്കും നന്മയ്ക്കും വിശുദ്ധിക്കും അതിൻ്റെ പരിപൂർണ സമർപ്പണത്തിനും അംഗീകാരമുണ്ട്. ദൈവത്തിന് അത് സ്വീകാര്യമായി വരുന്നതുകൊണ്ട് മണി മുഴങ്ങും, നാദം കർണാനന്ദകരമാവും, സ്വീകാര്യമാവും. എല്ലാ മണിമുഴക്കങ്ങളും ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. എല്ലാ മണിമുഴക്കങ്ങളും നമ്മളുടെ ആന്തരിക ദൈവിക ഭാവത്തെ ഉണർത്തുകയാണ്, ദൈവത്തിങ്കിലേക്ക് ഉണർത്തുകയാണ്. ദേവാലയത്തിൽ നിന്ന് അമ്പലങ്ങളിൽ നിന്ന് മണി മുഴങ്ങുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ദൈവികത അവിടെ ഉണർത്തപ്പെടുകയായി, ദൈവവിചാരം അങ്കുരിക്കപ്പെടുകയായി. നമ്മൾ പറയും മണിനാദം മുഴങ്ങുന്നത് കേൾക്കുമ്പോൾ പള്ളിയിൽ നിന്നാകുമ്പോൾ കുരിശു വരച്ച് തൃത്വനാമത്തിൽ ദൈവത്തിന് സ്തുതി അർപ്പിച്ചു ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള അവസരമാണെന്ന് സൺഡേ സ്കൂളുകളിൽ നാം പഠിച്ചിട്ടുണ്ടല്ലോ. ബേത്ലഹേമിൽ പിറന്ന ഉണ്ണിയേശുവിനെ സമർപ്പിക്കുവാൻ 2025 ക്രിസ്തുമസിന് അവനായി നമുക്ക് എന്താണ് കാണിക്ക അർപ്പിക്കുവാൻ നമ്മൾ ഒരുക്കുക? നമ്മുടെ ഹൃദയത്തിൻ്റെ നേർമ്മയും നന്മയും അതിൽ നിന്ന് സമുദ്ഭൂതമാവുന്നത് എന്താണോ, ആ സാഹചര്യത്തിൽ എന്താണോ ഇണങ്ങുന്നത്, അത് നമ്മളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ അർപ്പണമാവും. ആ അർപ്പണമാവട്ടെ സമഗ്രവും സമാശ്ലേഷയുമായ ജീവിതത്തിൻ്റെ ആകത്തുകയുമാവും. അതിലൊട്ടും ബാക്കി വയ്ക്കാനില്ല, അതിലൊട്ടും തന്നെ നീക്കി മാറ്റി നിർത്താനുമില്ല. സമർപ്പണം സമ്പൂർണമാവുമ്പോൾ, ഞാൻ ആവർത്തിക്കട്ടെ, സമാശ്ലേഷയും സമഗ്രവുമാകുമ്പോൾ മനോഹരമായ അരുളപ്പാടുകൾ, അർത്ഥനകൾക്ക് ഉത്തരങ്ങൾ, പ്രശ്നങ്ങൾക്ക് പോംവഴികൾ,
പ്രതിബന്ധങ്ങളും പ്രാതികൂല്യങ്ങളുടെ നടുവിൽ വകഞ്ഞു മാറ്റി ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ രുചിച്ചറിയുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കി തീർക്കും. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അവൻ എന്നോടുകൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. എവിടെയൊക്കെ വേദപുസ്തകത്തിൽ ഭയപ്പെടേണ്ട എന്ന് വരുന്നുണ്ടോ, അവിടെയെല്ലാം ആ സാഹചര്യത്തിൽ ഒന്നുകിൽ അതിനോട് ചേർന്ന് തന്നെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്നുള്ള ദൈവത്തിൻ്റെ ഉറപ്പും നമുക്ക് ലഭിച്ചിരിക്കും. ദൈവവചനത്തിൽ നിന്ന്, പ്രായോഗിക ജീവിതത്തിലെ അനുഭവങ്ങളിൽ കൂടി. 2025 ക്രിസ്തുമസ് അനുഗ്രഹകരമായി തീരട്ടെ. ഇന്നും ജീവിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് നമുക്ക് വേണ്ടി നമ്മളുടെ ഹൃദയങ്ങളിൽ പിറക്കട്ടെ. നമ്മളുടെ ഭവനാന്തരീക്ഷത്തിൽ അവൻ വന്ന് പിറന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുമസ് ആഘോഷമാക്കുവാൻ സാഹചര്യങ്ങൾ അനുവദിക്കാത്തവരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളുടെ ക്രിസ്തുമസ് അവർക്കും കൂടെ നമ്മോടൊപ്പം ആഘോഷമാക്കുവാനുള്ള ചുറ്റുവട്ടം സൃഷ്ടിച്ചുകൊണ്ട് ഈ 25 ക്രിസ്തുമസ് നമുക്കങ്ങനെ ആഘോഷമാക്കി തീർക്കാം. തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2025 ക്രിസ്തുമസിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ